ഞാൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കേട്ടു. അദ്ദേഹം യതമസ്സലു ഷേരി അബീ താലിബ് തങ്ങളുടെ പാട്ടുകൊണ്ട് പാട്ട് പാടുന്നതായിട്ട്. ഈ പാട്ട് അബീ താലിബ് തങ്ങൾ പാടിയത് ഇവിടെ ശ്രദ്ധിക്കണം. ഖുറൈശികൾ അന്ന് മുഹമ്മദ് നബി മതവുമായി വന്നപ്പോൾ നബിക്കെതിരെ അക്രമങ്ങൾ അയച്ചുവിട്ടു. ഇങ്ങനെ അക്രമങ്ങൾ അയച്ചുവിട്ടപ്പോൾ മാത്രവുമല്ല, നബിയിലേക്ക് വരുന്ന ആളുകളെയൊക്കെ ഇവർ തടയാൻ തുടങ്ങി. അപ്പോ ആ ബൈത്തിന്റെ തുടക്കം എങ്ങനെയാന്ന് വെച്ചാ, വലമ്മാ റഅയ്തുൽ ഖൗമ ലാ ബുദ്ദ ഫീഹിം വഖദ് ഖതഉ കുല്ലൽ ലറാ വൽ വസായിരി വഖദ് ജാഹറൂനാ ബില്ലദാവത്തി വല്ലദാ വഖദ് തഅു അംറൽ അദുവിൽ മുസായിരി അഅബുദു മനാഫ അൻതും ഖൈറ ഖൗമിക്കും വലാ തുശ്രികൂ ഫീ അംരിക്കും കുല്ല വാഇദി വാബിയല്ല. ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? വെളുത്ത മുഹമ്മദിനെയാണ്. ആരെയാണ്? വെളുത്ത എന്നാണ് ഒരർത്ഥം. ആനി എന്നാണ് സങ്കല്പിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ടത്? അപ്പൊ അങ്ങനെയാണല്ലോ അവിടെ ഉള്ളത്. റുബ കൊണ്ട് മജറൂറായിട്ട് വാബിയദിൻ എന്നും വായിക്കാം. മുഖത്തറായ റുബ കൊണ്ട് എത്ര വെളുത്ത ആളുകളാണ്. അപ്പോ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? വാബിയദ, ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെളുത്തവനായ മുഹമ്മദിനെയാണ്. യുസ്തസ്കല്ലുമാമു ബിവജീഹി, മേഘങ്ങൾ വർഷിക്കും അദ്ദേഹത്തിന്റെ ശരീരം ഇവിടെ ഉണ്ടായ കാരണത്തെ കൊണ്ട്. റസൂലുള്ളാഹിന്റെ തടി ഇവിടെ ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ആകാശലോകത്തുനിന്ന് മഴ ഭൂമിയിലേക്ക് ഇറങ്ങുന്നത്, വർഷിക്കുന്നത്. മാത്രവുമല്ല, അദ്ദേഹം സിമാലുല്ലതാമ, അനാഥകളുടെ അഭയസ്ഥലമാണ്. അനാഥകളെ സംരക്ഷിക്കുന്ന ആളാണ്. നബിക്കുള്ള പ്രത്യേകതയാണ്. ഇസ്മത്തുൽ റാമിലി, അതുപോലെ വിധവകളായ സ്ത്രീകളുടെ സംരക്ഷണവുമാണ്. വിധവകളായ സ്ത്രീകൾക്ക് സംരക്ഷണവുമാണ് നിബിതങ്ങൾ.